ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 ദിവസമായി വ്ളോഗിൽ പറയുന്ന പോലെ തന്നെ ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി തന്നെ വണ്ടിയിലോട്ട് കയറിയിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വണ്ടിയിലോട്ട് വന്നതും മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റായിട്ട് ഇതാ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മിക്ക കുറേ നേരമായ സമയത്ത് ഉറങ്ങി കേട്ടോ. ആ വണ്ടിയിൽ കയറിയ പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഭയങ്കര മഴയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നമ്മുടെ മണ്ഡപത്തിലോട്ട് പോകാൻ തിരിച്ചു കേട്ടോ. ആ ടൈമിലാണ് അഞ്ജുവിൻ്റെ നാത്തു ഫോൺ വിളിച്ചു കേട്ടോ. അഞ്ജുവിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മിക്കുവിനെ എൻ്റെ കയ്യിലോട്ട് വാങ്ങിച്ചു. അവ എൻ്റെ കയ്യിൽ നിന്ന് നല്ല സുഖമായിട്ട് ഉറക്കുമായിരുന്നു. ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ടാണ് പോയത്. പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കെട്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും നേരെ മണ്ഡപത്തിലോട്ടാണ് വന്നത്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ഇരുന്ന് കുറേ നേരം വരെ ബന്ധുക്കളെയൊക്കെ കണ്ടു, സംസാരിച്ചു. കുറേ നേരം വരെ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കല്യാണം കൂടിയത്. അപ്പോൾ മിലു എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചോറൊക്കെ വാരി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെല്ലാവരും നോക്കിയിരുന്ന് കഴിച്ചു. അഭിഷേകിന്റെ പപ്പ, അമ്മ, അതുപോലെ സഹോദരൻ, സഹോദരി എല്ലാവർക്കും സ്റ്റേജിലേക്ക് വരാം. അതുപോലെ ആൻസിയുടെ പപ്പ, അമ്മ, സഹോദരങ്ങൾ എല്ലാവർക്കും സ്റ്റേജിലേക്ക് വരാം. അടുത്ത അതുപോലെ തന്നെ ശ്രീമതി അമ്മിണി, അഭിഷേകിന്റെ പപ്പ ശ്രീ മോഹനൻ, അമ്മ തങ്കമണി, ആൻസിയുടെ സഹോദരങ്ങൾ അരുൺ, ജൂലിൻ, അഭിഷേകിന്റെ സഹോദരി അഞ്ജു, അവരുടെ ഭർത്താവ് ബെൻസസ്, അതുപോലെ അവരുടെ മകൻ ജോയിഷ് എന്നിവരേക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമ്മുടെ അച്ഛന്മാർ താങ്കളുടെ സഭയുടെ ശുശ്രൂഷകരായ പെരുമാറ സദസ്സിലെ എല്ലാവരുമായി നേതൃത്വം ദിവസം പ്രാർത്ഥനയോടുള്ള താഴെ ഈ ഒരു ഫംഗ്ഷനിൽ തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്ത് അകത്തോട്ട് കയറ്റിയത് എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകനാണ് കേട്ടോ. അഭിജിത്ത് പള്ളിയിലെ പാസ്റ്റർ കൂടെയാണ്. അപ്പോൾ അതെല്ലാം അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പെണ്ണിനെ യാത്രയൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വണ്ടിയിലോട്ട് കയറി കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ ഒരേ അടുത്ത് തന്നെ ഇരുന്നാണ് ഞങ്ങൾ വന്നത്. പതിവ് പോലെ തന്നെ ആ മിക്കു എൻ്റെ കയ്യിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങി. വണ്ടിയിൽ ഭയങ്കര ഡാൻസും ബഹളവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളിതാ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിലെ ഏറ്റവും ബാക്കിൽ 2ാം സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. മിക്കു എൻ്റെ കയ്യിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വണ്ടിയിൽ അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് എത്തി ഒരു അരമണിക്കൂറിനകത്ത് തന്നെ പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫംഗ്ഷനും ഞങ്ങൾ താഴോട്ട്, ഫംഗ്ഷനല്ല, വീട്ടിലോട്ട് പെണ്ണിനെ കയറ്റുന്ന ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടിരുന്ന് ഉറങ്ങി കേട്ടോ. കാരണം രാത്രി ഉറങ്ങിയ സമയത്ത് 2 മണി അടുപ്പിച്ചായി. അതുകൊണ്ട് തന്നെ എനിക്കും നന്നായിട്ട് ഉറക്കം വന്നു. മിക്കു എൻ്റെ കയ്യിരിപ്പുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ തോളിൽ കിടന്ന് നല്ല ഉറക്കമായിട്ട് ഉറങ്ങി കേട്ടോ. വണ്ടിയിലെന്നാൽ ഭയങ്കര പാട്ടും ബഹളവും കളിയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ആ ഒരു മൈൻഡിലോട്ട് പോയതേയില്ല. അത്രത്തോളം എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം കുറേ നേരം നിന്ന് ഡാൻസ് കളിച്ചു കേട്ടോ. കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിനെയും പയ്യനെയും വീട്ടിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. അത് കാണാനായിട്ട് താഴോട്ട് പോയി. ഞങ്ങളടുത്ത് കുറച്ച് ബന്ധുക്കൾ മാത്രമേ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സങ്കീർത്തനം യഹോവയെ ഭയപ്പെട്ട സഹായിച്ചുവല്ലോ. പ്രത്യേകിച്ച് കർത്താവ് വിവാഹം കഴിഞ്ഞ് എന്നീ ഗൃഹഭവനത്തിലേക്ക് പ്രിയപ്പെട്ട മക്കൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഇവരുടെ കുടുംബത്തിനുള്ളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല ജീവിതം അനുഭവങ്ങൾ പങ്കിട്ടു പോകുവാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം നയിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരിമേലൂടെ ഒരു മനസ്സോടെ പോകുവാൻ തക്കവണ്ണം സഹായിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുടുംബക്കാരായ ശാസ്ത്രക്കാരെ പ്രിയപ്പെട്ടവരായിരിക്കും എല്ലാവരും.
ഫോൺ ഓഫായി, അകത്ത് കയറുന്ന സമയമായിപ്പോൾ. സന്തോഷം, ഉപ്പനെ കണ്ടപ്പോൾ സന്തോഷം. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വേറൊരു സഹോദരിയുടെ വീടും. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് കുറേ നേരം നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കടയിലെ ഫ്രണ്ടിലുള്ള ഒരു കുഞ്ഞ് പഴമാണ് കേട്ടോ അത്. ഞങ്ങളെല്ലാവരും എപ്പോഴും എടുത്ത് തിന്നാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ചിലർക്കത് ഇഷ്ടമല്ല കേട്ടോ. മുത്തിനും ചിപ്പിക്കൊന്നും ഇഷ്ടമില്ല. അതിനകത്തുനിന്ന് പുഴു വരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് അതിനകത്തുള്ള ആ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ്. അത് പുറത്തോട്ട് വരുന്ന കാണുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ കുറേ നേരം വരെ ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിലുവിനെ കൂടെ കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ടോമി 5 ഫ്രണ്ടിൽ നിന്ന് പോയി കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് മിലുവിനെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ എടുത്തില്ല. അവരൊക്കെ ഓട്ടോയിൽ അമ്മയുടെ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ഓരോ കട്ടൻ കുടിക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളിൻ്റെ കട്ടനാണ് വാങ്ങി കുടിച്ചത്. അതും കുടിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാണും സന്ധ്യയായി വരുന്നുണ്ട്. ഇനി നിന്നാൽ നല്ല ലേറ്റ് ആവും. പിന്നെ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സമാധാനത്തിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോകാനായിട്ട് ഇറങ്ങണ്ടല്ലോ. ഇടയ്ക്ക് പരിപാടിയും ഒക്കെ ഉണ്ട്, ഡാൻസൊക്കെ ഉണ്ട് പിള്ളേരുടെ. അപ്പോൾ അത് കാണാനായിട്ട് പ്രത്യേകിച്ച് ഇനി ഇറങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ അഞ്ജലിയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ കുറേ സ്നാപ്പിൽ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് കേട്ടോ. ഓരോ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് നല്ല മുഖം കണ്ടോ. എൻ്റെ മിലു ആകെ ഇച്ചിരി വെളുപ്പമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഫിൽറ്ററും കൂടി ഇട്ട സമയത്ത് അവളുടെ മുഖം ഇരിക്കുന്നുണ്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ചെക്കന്മാരെല്ലാവരും നല്ല അടിപൊളിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കല്യാണവും അങ്ങനെ തന്നെ നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കസിൻസുകളും കൂടെ ഉള്ളൂ എനിക്കിനി അവരുടെയൊക്കെ വിവാഹങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇതുപോലെയെങ്കിലും ഇതുപോലത്തെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കാൻ പറ്റും. പിന്നെ ബന്ധുക്കളായിരുന്നാലും എല്ലാവരെയൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് അപ്പോൾ മിക്കുവിന് താഴെ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ടോണിയുടെ കൂടെ കുറച്ച് നേരം വരെ അവനും ഉണ്ടായിരുന്നു. ടോണി ഡാൻസ് കളിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴിപ്പോഴും ഡാൻസൊക്കെ കളിക്കാനായിട്ട് പോകാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിപ്പോഴും ഡാൻസ് കളിക്കാനൊക്കെ അവനും പോകാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത്. അപ്പോൾ ഞാനും ചേട്ടനും പോന്നിട്ടുണ്ടായിരുന്നു. എബി അമ്മയുടെ കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ മിക്കുവിനെ വെച്ച് കുറേ നേരം വരെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മിക്കുവിൻ്റെ സ്ഥിരം പരിപാടി ആണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി നാക്ക് തള്ളി വെക്കുക, ഇങ്ങനെ കാണിക്കുക. അതാണ് അവൻ്റെ ഒരു കളി എന്ന് വെച്ചാൽ. നമുക്കല്ലേ അറിയാം അങ്ങനെ കാണിക്കരുത് എന്ന് പറയാനായിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് അറിയില്ലല്ലോ. അവൻ ഇതൊക്കെ കാണിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് അവൻ നമ്മുടെ അടുത്ത് കളിക്കുന്നതാണ് അവനങ്ങനെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്കു എബി അടുത്ത് പോയി കിടന്നിട്ട് എബി ഉറങ്ങിയെന്ന് പറഞ്ഞ സമയത്ത് ഓടിപ്പോയി അവൻ്റെ അടുത്ത് കിടന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എബി എന്ന് വെച്ചാൽ 2 പേർക്കും ജീവനാണ്. മിലുവിന് അങ്ങനെ പറയാറായിട്ടില്ല, എന്നാലും മിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് എബിയുടെ അടുത്ത്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ ഒരു കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആര്യയുടെ കല്യാണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി ഈ സഞ്ജുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. ഇനി 1-2 കല്യാണം കൂടെ വരാനുണ്ട്. അതും ഇതുപോലെ തന്നെ ആഘോഷിക്കണം, എല്ലാത്തിനും പോകണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് ബീനയും സ്നേഹയൊക്കെ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ കേട്ടോ. അവരെ ആദ്യം ഈ കളർ ഞാൻ കറുപ്പായതുകൊണ്ട് ഈ കളർ ചേരത്തില്ലെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത സാരിയാണ്. അവരൊക്കെ വേറെ കളറാണ് കേട്ടോ എടുത്തത്. പക്ഷേ എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഞാൻ ഉടുത്ത് കണ്ട സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാരിയുടെ അഭിപ്രായത്തെ പറ്റിയിട്ട്. എല്ലാവരും ചോദിച്ചു ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചു. നല്ല വില ആയിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് സത്യം പറഞ്ഞാൽ ഇത് 400-നകത്തേ ഉള്ളൂ ഈ ഒരു സാരി റേറ്റ് എന്ന് വെച്ചാൽ. അത്രയ്ക്ക് റേറ്റ് കുറവാണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കല്യാണ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.